ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുവാൻ നമ്മുടെ ആയുസ്സിൽ ഒരവസരം കൂടെ കർത്താവ് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 71-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 71-7. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് പകൽ കർത്താവ് നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം, ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ നമ്മെ ഒരത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമുക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ മുൻപോട്ടുള്ള പോക്ക് തന്നെ ഓരോ ദിവസവും അതൊരത്ഭുതമായി മാറാനായി പോകുന്നു. ഇന്നലകളിൽ ശാപമായിരുന്നെങ്കിൽ, വേദനയായിരുന്നെങ്കിൽ, പ്രതിസന്ധികളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ആമേൻ. ശത്രുക്കൾ പോലും നമ്മെ നോക്കി ഇതൊരത്ഭുതമാണ് എന്ന് പറയത്തക്ക നിലയിൽ ആത്മിക ഭൗതിക സ്ഥിതികളെ ദൈവം മാറ്റട്ടെ. അതിനുവേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ദൈവം ചെയ്യട്ടെ. എങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരത്ഭുതമായി മാറിയത്? 71-ാം സങ്കീർത്തനം, ആമേൻ, അതിലെ 5-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഭയങ്കരമായ ദൈവിക പ്രത്യാശയെക്കുറിച്ച്, ആശ്രയത്തെക്കുറിച്ച് ഓരോ വാക്യത്തിനകത്തും നമുക്ക് കാണുവാനായി കഴിയും. ആമേൻ. അങ്ങനെ ദൈവത്തിൽ ഭയങ്കരമായി ആശ്രയം വച്ച ഈ മനുഷ്യനെ മറ്റുള്ളവരുടെ മുൻപിൽ, ഒരു തലമുറയുടെ മുൻപിൽ ദൈവം ഒരത്ഭുതമാക്കി മാറ്റി. നിശ്ചയമായിട്ടും നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് മറ്റുള്ളവർക്ക് ഒരത്ഭുതമായിരുന്നു. ദാവീദ് ആർക്കൊക്കെയാ അത്ഭുതമായി മാറിയത്? നിശ്ചയമായിട്ടും ദാവീദിന്റെ വീട്ടിൽ തൈലക്കൊമ്പിൽ എണ്ണയും നിറച്ചുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ കടന്നു വരുമ്പോൾ, ആ യാഗത്തിനുള്ള ക്രമീകരണങ്ങൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശമൂവേൽ അപ്പനോട് ചോദിച്ചു, നിന്റെ മക്കളിൽ എല്ലാവരുമായോ? നിശ്ചയമായിട്ടും ശമൂവേലിനോട് ഈശായി പറയുന്നൊരു മറുപടിയുണ്ട്, ഇനി ഒരുവനുണ്ട്, അവൻ വനാന്തരങ്ങളിലാണ്. ആമേൻ. അപ്പൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, അപ്പൻ ഹൃദയത്തിൽ പോലും ചിന്തിക്കാതെ ശമൂവേലിന്റെ മറുപടി ഇതാണ്, അവൻ വന്നിട്ടല്ലാതെ ഞാൻ യാഗസദ്യയ്ക്ക് ഇരിക്കത്തില്ല. തിരുവചനം എഴുതിയിരിക്കുന്നത്, അവനെ വിളിച്ചു വരുത്തി സഹോദരന്മാരുടെ മുൻപിൽ വച്ച് അവന്റെ മീതെ കൊമ്പിൽ നിറച്ചിരുന്ന തൈലം വീത്തി ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു. സത്യം പറഞ്ഞാൽ പ്രിയരെ, അപ്പന്റെ മുൻപിൽ വെച്ച് ഈ തൈലാഭിഷേകം നടക്കുമ്പോൾ അപ്പന് അവനൊരു അത്ഭുതമാണ്. തീരെ പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിക്കുവാനും നടക്കുവാനും സാധ്യതയില്ലാത്തത്. കാരണം ശൗലിന്റെ പട്ടാളത്തിൽ അംഗങ്ങളായിരിക്കുന്ന ചുണക്കുട്ടന്മാരായ മക്കൾ ആ കുടുംബത്തിനകത്തുള്ളപ്പോൾ തന്നെ ഏറ്റവും ഇളയവനും ആടുകളെ മേയിച്ച് വനാന്തരത്തിൽ നടന്നവനുമായവനെ അഭിഷേകം ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ പറയാം, ദാവീദ് അപ്പന്റെ മുൻപിൽ ഒരത്ഭുതമായിരുന്നു. മാത്രമല്ല, സഹോദരങ്ങളുടെ നടുവിൽ ആ അഭിഷേകം ദാവീദിനെ വ്യത്യസ്തമാക്കി. ദാവീദ് ഒരത്ഭുതമായി മാറി. സമൂഹത്തിന്റെ മുൻപിൽ, സഹോദരങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ദാവീദ് 7-ാം താഴ്വരയിൽ ചെല്ലുമ്പോൾ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഗോലിയാത്ത് എന്ന മല്ലൻ ഇസ്രായേലിന്റെ സൈന്യത്തെ ശപിച്ചുകൊണ്ട് ദൈവജനത്തിനെതിരായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
ദാവീദ് അവന് നേരെ ചെല്ലുകയും അവനെ തകർക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഫെലിസ്ത്യരുടെ മുൻപിൽ ദൈവം അവനെ ഒരു അത്ഭുതമാക്കി മാറ്റി. എന്തിനാ? ശൗൽ രാജാവിന്റെ മുൻപിൽ ദാവീദ് ഒരത്ഭുതമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ വീട്ടുകാരുടെ മുൻപിൽ, സഹോദരങ്ങളുടെ മുൻപിൽ, കൂട്ടുകാരുടെ മുൻപിൽ, കുടുംബക്കാരുടെ മുൻപിൽ, ശത്രുവിന്റെ മുൻപിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒരത്ഭുതമാക്കി മാറ്റുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കൊള്ളട്ടെ, കയ്യിൽ ഒന്നുമില്ലാതിരിക്കട്ടെ, വിദ്യാഭ്യാസമോ പണമോ സൗന്ദര്യമോ ആകർഷിക്കത്തക്ക നിലയിലുള്ള ഏതെങ്കിലും ഒന്നും കയ്യിലില്ല എങ്കിൽ കൂടി നിശ്ചയമായിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ ഒരത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഗിദെയോന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. ഒരു തലമുറയിൽ സകലരും പരാജയപ്പെട്ടു പോയ ഇടത്ത് ഒരു ബലം ഗിദെയോന്റെ ജീവിതത്തിൽ പകർന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അവനെ ഒരത്ഭുതമാക്കി മാറ്റി. പ്രിയരെ, പഴയ നിയമത്തിനകത്തുള്ള വിശുദ്ധന്മാർ മാത്രമല്ല, പുതിയ നിയമത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ മുക്കുവനായ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് മാളിക മുറിക്കകത്ത് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ വാചകം കേട്ടവർ നിശ്ചയമായിട്ടും അത്ഭുത പരതന്ത്രരായി. കാരണം പത്രോസിന്റെ പ്രസംഗം 3000 പേർ സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പത്രോസ് ഒരത്ഭുതമായി മാറി. പത്രോസ് മാത്രമാണോ? താഴോട്ട് വായിച്ചാൽ നമുക്കറിയാം, അപ്പോസ്തലന്മാർ എല്ലാം മറ്റുള്ളവരുടെ മുൻപിൽ ഒരത്ഭുതമായിരുന്നു. ആമേൻ. ശവയെ മുച്ചൂടം മുടിക്കേണ്ടതിന്, ഇല്ലാതാക്കേണ്ടതിന്, തകർത്ത് കളയേണ്ടതിന് അധികാരപത്രം കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന ശൗല സുവിശേഷത്തിന്റെ വക്താവായി മാറിയപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ അവനൊരത്ഭുതമായി മാറി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആമേൻ, ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ഈ രാവിലെ നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി തീർക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം അത് ചെയ്യട്ടെ. അത് കാണുവാൻ, അനുഭവിക്കുവാൻ, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാൻ ഇടയാക്കുന്ന നല്ല ദിവസമാക്കി ഈ പ്രഭാതം മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും മറ്റുള്ളവരുടെ മുൻപിൽ, സമൂഹത്തിൽ, ശത്രുവിന്റെ മുൻപിൽ, സഹോദരങ്ങളുടെ ഇടയിൽ ഒരത്ഭുതമായി മാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. സകലരെയും അനുഗ്രഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.